بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, വളരെയേറെ സന്തോഷമുള്ള റബീഉൽ അവ്വലിന്റെ ഒന്നാം രാവിലാണ് നാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് പ്രകടിപ്പിച്ച, ആശിഖായി ജീവിച്ച ബഹുവന്യരായ കുണ്ടൂർ ഉസ്താദ് അവറുകളുടെ ആണ്ടനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ സാദാത്തുക്കൾക്കും ഉലമാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും ഉസ്താദ് അവറുകളുടെ മക്കൾക്കും പരമ്പരകൾക്കും നമ്മുടെ മക്കൾക്കും പരമ്പരകൾക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാം എല്ലാ വിജയങ്ങളും നൽകുമാറാകട്ടെ. വളരെ നേരത്തെ തുടങ്ങിയ ഈ പരിപാടിയിൽ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങളോട് ഇനിയിപ്പോൾ ഒരു വിശദമായ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത് ഉസ്താദ് അവറുകൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമായി. ഉസ്താദ് അവറുകളുടെ പരിശ്രമത്താൽ ആരംഭിച്ച നമ്മുടെ ജാമിഅ ദാറു തഅലീമിൽ ഗൗസിയ്യ, ഈ മഹത്തായ സ്ഥാപനം 1987 സ്ഥാപിതമായതാണ്. ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് മുതഅല്ലിമീങ്ങൾ, ഹാഫിദുകൾ, അഗതികൾ തുടങ്ങി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിലവ് വലിയ ഒരു സംഖ്യ വരുമെന്ന് പറയേണ്ടതില്ല. അതിനാൽ എല്ലാവരും കഴിയുമെങ്കിൽ കഴിയുന്നത്രയും കുട്ടികളെ, ഇല്ലെങ്കിൽ ഒരു കുട്ടിയെയെങ്കിലും ഏറ്റെടുത്ത് നമ്മൾ സഹകരിക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ഫോറം ഇവിടെ നൽകുമ്പോൾ വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരൊക്കെ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമ് ഇസ്ലാമിന്റെ ജീവനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്ത സ്വത്താണ്. അത് നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾ, പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് ഭക്ഷണം നൽകാനും മറ്റ് ചെലവുകൾ നൽകാനും സഹായിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സന്തോഷങ്ങളെല്ലാം മഹാനായ ഉസ്താദ് അവറുകൾ ഇൽമ് ഓതിപ്പഠിച്ച് ആ ഇൽമനുസരിച്ച് ജീവിച്ചതിന്റെയും ഇൽമ് പ്രചരിപ്പിച്ചതിന്റെയും ഫലങ്ങളാണ്. ഇൽമിന് ഏറ്റവും വലിയ പ്രസക്തി നൽകുക എന്നത് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇൽമുള്ളവരോടും ഇല്ലാത്തവരോടും ഈ പറയുന്ന സാധുവായ അറിവ് വളരെ കുറഞ്ഞ എന്നോടും എല്ലാവരോടും എപ്പോഴും പറയാനുള്ള ഒരു ആശയം, നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന വഴി
അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. അത് പിന്തുടർന്നുകൊണ്ട് തന്നെ വേണം നമ്മുടെ ജീവിതം നയിക്കാൻ. അതിന് കിതാബ് ഓതി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് അത്തരം കാര്യങ്ങളെല്ലാം നേരിൽ കണ്ട് പഠിച്ചവരാ, മനസ്സിലാക്കിയവരാ. അതിന് മാറ്റം വരുത്താതെ തുടരുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവറുകൾ വലിയ ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനിപ്പോൾ അവരെ കുറിച്ച് സംസാരിക്കുന്നില്ല. അത്രത്തോളം ഇബാദത്തിൽ മുഴുകി ഇൽമും ഇബാദത്തും മാത്രമായി ജീവിക്കുന്ന മറ്റൊരാളെ എനിക്ക് അതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ദുഹ 8 റക്അത്ത്, എല്ലാ ദിവസവും വിത്ർ 11 റക്അത്ത്, അതുതന്നെ നീണ്ട നൃത്തം, നീണ്ട സുജൂദ്. ചിലപ്പോൾ സുജൂദിൽ കിടക്കുമ്പോൾ ഉസ്താദ് അവറുകൾക്ക് വല്ലതും സംഭവിച്ചു പോയോ എന്ന് എൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടായ സന്ദർഭങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ജീവിച്ചു വന്ന ഉസ്താദ് അവറുകൾ അവിടുന്ന് റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ, റബീഉൽ അവ്വൽ ആയാൽ തന്നെ അവിടത്തേക്കൊരു വല്ലാത്ത സന്തോഷമാണ്. തുടക്കം മുതലേ, ആദ്യത്തെ രാത്രി മുതലേ മൗലിദ് പാരായണം ആരംഭിക്കും. രാത്രിയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലും മൗലിദ് നടക്കാറുള്ളത്. ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ വലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമുണ്ടായത് പകലാണോ രാത്രിയാണോ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് മൗലിദ് നടക്കാറുള്ളത്. പകലിൽ മൗലിദ് നടക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ മഗ്രിബ് ഇശാഇന്റെ ഇടക്കാണ് മൗലിദ് ഓതാറുള്ളത്. മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗലിദ് ഓതുന്നത് ഞാൻ വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ രാത്രിയും പകലും എല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗലിദ്. ഞാൻ വളരെ വേദനിച്ചു പോയി. ഒരാളുടെ ഒരു പ്രസംഗം കേട്ടു. സുബഹിക്ക് മുമ്പ് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ഓതുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ ഞങ്ങൾ മുതഅല്ലിമീങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടും. ഉസ്താദ് അവറുകൾ നാദാപുരത്ത് ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിച്ച ഒരു വ്യക്തിയാണ്. നാദാപുരം എന്റെ നാടാണ്. നാദാപുരം പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനായിരുന്നു മർഹൂം കിയൻ ഉസ്താദ് അവറുകൾ. അവരുടെ പ്രധാന ശിഷ്യനാണ് ഉസ്താദ്. ഉസ്താദ് അവറുകൾ സുബഹിന് മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും. റബീഉൽ അവ്വൽ 12 രാവ്. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കും. അതുപോലെ അത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ ഞങ്ങളെ ഏർപ്പെടുത്തും. ഇത് കുട്ടിക്കാലം മുതലേ കണ്ട് പഠിച്ചു വന്നവനാണ് ഞാൻ. ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഖുബൈല സുബ്ഹി ആണോ അല്ല ബഅദൽ ഫജ്രി ഖലീലൻ അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ, അവരിൽ പലരും പറഞ്ഞു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്നാണ്. നബിതങ്ങളെ പ്രസവിക്കുന്നതിന്റെ ആ ആരംഭം കുറിച്ചത് സുബ്ഹിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണമുണ്ടായത് സുബ്ഹിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ട് നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം.
മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളയണമെന്നൊന്നും ആരും ഫത്വ കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അദബുകേടായ വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നും വരാതെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് ശിഷ്യൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അല്ലദീ ഫിൽ വാഖി വനഫ്സിൽ അംർ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഉലിദ ഫീ ആഖിരിൽ ലൈലി ഖബ്ല അൽ ഫജ്ർ ബിമുദ്ദ വതഅഖറ ഖലാസു ഉമ്മിഹി ഇലാ തുലൂഇൽ ഫജ്ർ والمدة التي بين انفصاله صلى الله عليه وسلم من بطن أمه وانفصال الإخلاص منها هي ساعة الإجابة في الليل التي وردت فيها الأحاديث وفخمت أمرها وأشعرت بتعظيمها وامتداد حكمها إلى يوم القيامة. قال رضي الله عنه في تلك الساعة يجتمع أهل الديوان من أولياء الله تعالى من سائر أقطار الأرض وفيهم الغوث والأقطاب السبعة وأهل الدائرة والعدد رضي الله تعالى عنهم لعمود نور الإسلام ومنهم تستمد جميع الأمة فمن وافق دعاؤه دعاءهم ووقوفه وقوفهم في تلك الساعة أجاب الله دعوته وقضى وطره وكان بمكة قبل طلوعه بمدينة فاس എന്ന് പറഞ്ഞ് വിശദീകരിച്ച് എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന തസവ്വുഫിന്റെ മഹത്തായ ഗ്രന്ഥത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മമാസത്തിൽ അതിന്റെ എല്ലാ രാത്രികളും ഹയാത്താക്കി എത്രയോ പണ്ഡിതന്മാരുണ്ട്. റബീഉൽ അവ്വൽ 12, ആ 12ന്റെ അന്ന് രാത്രി പ്രത്യേകം ഹയാത്താക്കി എത്രയോ മഹാന്മാരുണ്ട്. എന്നാൽ സുബ്ഹിന് മുമ്പുള്ള സമയവും ശേഷമുള്ള സമയവും തുടർന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞില്ലേ, സുബ്ഹിക്ക് മുമ്പ് തുടങ്ങി ശേഷവും തുടരും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തുടർന്നുകൊണ്ട് ചെയ്ത എത്രയോ മഹാന്മാരുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും ആരും വിമർശിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള പരിശ്രമം അത് മനഃപൂർവ്വമായാലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായാലും അല്ലാഹു അങ്ങനെ പറഞ്ഞു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആരും ഉണ്ടാക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ ഈ സമയത്ത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ, ഒരു കാര്യം അസഹാണെന്നോ അല്ലെങ്കിൽ പ്രബലമാണെന്നോ കാണുമ്പോൾ മറ്റുള്ളതെല്ലാം തള്ളിക്കളയുകയും ആ സമയത്തുള്ള കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്ന് വരാറില്ല. നമ്മുടെ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുന്നത്ത് കർമ്മം നടത്താറില്ല. എന്നാൽ സ്ത്രീകൾ സുന്നത്ത് കർമ്മം നിർവഹിക്കണം എന്നല്ലേ പ്രബലമായ അഭിപ്രായം? അതല്ലേ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സീറുദ്ദീൻ മഖ്ദൂം ഒക്കെ രേഖപ്പെടുത്തിയത്? പക്ഷേ വഖീല യുൻദബു, ഒരു ഖൗൽ ഇങ്ങനെയുണ്ട്, ആ ഖൗലല്ലേ ഇവിടെ എടുത്ത് സ്വീകരിച്ച് എല്ലാവരും ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഒരു വിഷയം അസഹാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിന്റെ പേരിൽ ഒരു സൽക്കർമ്മം നിർത്തണമെന്ന് ഇബ്നു ഹജർ തങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയോ പറയുകയോ ഇല്ല എന്ന കാര്യം വളരെ ഉറപ്പാണ്. അതിലാരും സംശയിക്കേണ്ടതില്ല. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയുടെയും പകലുകളുടെയും ഒക്കെ ധാരാളം ബഹുമാനങ്ങൾ വളരെ ഊന്നിപ്പറഞ്ഞ മഹാനാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം അവിടുന്ന് ബുധനാഴ്ച ദിവസം നഖം മുറിച്ചു. ശേഷം മഹാനവറുകൾക്ക് വെള്ളപ്പാണ്ടിന്റെ രോഗമുണ്ടായി. ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളോട് വെള്ളപ്പാണ്ടിനെ സംബന്ധിച്ച് ആവലാതി ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യുക എന്നത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന് എന്റെ നിർദ്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലേ? മഹാനവറുകൾ പറഞ്ഞു, ആ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്, പ്രബലമല്ല. അപ്പോൾ ചോദിച്ചു, പ്രബലമല്ലെങ്കിലും ഞാനങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് കേട്ടാൽ നിങ്ങൾക്കത് സൂക്ഷിച്ചുകൂടെ? സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ മാപ്പ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരമാസകലം തടകിക്കൊടുത്തു. വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോയി.
ഇങ്ങനെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഒരു വിഷയം പ്രബലമാണോ അപ്രബലമാണോ എന്ന് മനസ്സിലാക്കി കർമ്മരംഗത്ത് ഉള്ളത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ പാടില്ല എന്നതാണ് വിവരമുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള പരിപൂർണമായ ശരിയായ സൂക്ഷ്മതയുള്ള തത്വം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ധാരാളം കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആചരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഖ്തലിഫൂന ബിശഹരി മൗലിദിഹി. മുസ്ലിമീങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിൽ അവർ ഒരുമിച്ച് കൂടി അവർ മൗലിദ് കൊണ്ടാടും. വയഅമലൂനൽ വലായിം, അവർ സദ്യകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവലിന്റെ രാത്രികളിൽ അവർ ധർമ്മം ചെയ്യുന്നു. ബി അൻവാഇ സദഖാത്ത്, ധാരാളം സദഖകൾ കൊണ്ട്. വയുദ്ഹിറൂന സുറൂർ, രാത്രികളിൽ എന്ന് പറഞ്ഞിട്ടാ പറയുന്നു. വയുദ്ഹിറൂന സുറൂർ, അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വയസീദൂന ഫിൽ മബറാത്ത്, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വയഅ്തനൂന ബിഖറാത്തി മൗലിദിഹിൽ കരീം, നബി തങ്ങളുടെ മഹത്തായ മൗലിദ് പാരായണം അവർ ശ്രദ്ധിച്ചു ചെയ്യുന്നു. വയദ്ഹറു അലൈഹി മിൻ ബറകാതിഹി കുല്ലു ഫളിൻ അമീം, അതുകൊണ്ട് വ്യാപകമായ ബറക്കത്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ അതേ അക്കാരണത്താൽ ഉണ്ടാവുകയും ചെയ്യുന്നു. വമിമ്മാ ജുരിബ മിൻ ഖവാസിഹി, അതിന്റെ പ്രത്യേകതകൾ പരീക്ഷറിയിക്കപ്പെട്ട സംഗതിയാണ്. അന്നഹു അമാനും ഫീ ദാലികൽ ആം, ഒരു കൊല്ലത്തേക്ക് പ്രൊട്ടക്ഷനാണ് ആ മൗലിദ് പരിപാടി. സുഹൃത്തുക്കളെ, അൽ മവാഹിബുൽ ലദുന്നിയുടെ 1-ാം വാള്യം 139-ാമത്തെ പേജിൽ നമുക്കത് കാണാൻ കഴിയും. ഇതുപോലെ മഹാനവറുകൾ പറഞ്ഞു, ഫറഹിമല്ലാഹു റഅൻ ഇത്തഖദ ലയാലി ശഹരി മൗലിദിഹിൽ മുബാറക അയ്യാദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിലുള്ള രാത്രികളെ ആഘോഷ സമയങ്ങളാക്കിയവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിലാണ് ഇമാമിങ്ങൾ രാത്രി എന്ന് തന്നെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് രാത്രിയിൽ മൗലിദ് ഓതാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ സുബ്ഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് മൗലിദ് ഓതാൻ പാടില്ലെന്നോ എന്ന് പറയുന്നതും, അതുപോലെ ആ മൗലിദും സലാത്തും ബുർദയും ഒക്കെ ബഹളം വെക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും ഒരു പണ്ഡിതനും അനുയോജ്യമായ ശൈലിയല്ലെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്ത് ആദരവ് പ്രകടിപ്പിക്കാനും അവിടുത്തെ മൗലിദുകൾ കൊണ്ടാടാനും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അവിടുത്തെ സഹാബത്തിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സർവ്വ തൗഫീഖും അല്ലാഹു നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം എത്രയോ പാപങ്ങളും ദോഷങ്ങളും വന്നുപോയ, എത്രയോ തകരാറുകൾ സംഭവിച്ചു പോയവരാണ് എന്ന ബോധം നമ്മുടെ എല്ലാം ഖൽബിൽ ഉണ്ടാകണം. നമ്മൾ ആരും പരിശുദ്ധന്മാരാണെന്നോ വലിയവരാണെന്നോ ഒരു ചിന്ത നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിനയത്തോടുകൂടി വിഷയങ്ങൾ വിലയിരുത്തണം. വിനയത്തോടുകൂടെ വിഷയങ്ങളെ കണ്ടറിയണം. നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഒരു സൽക്കർമ്മത്തെയും ചോദ്യം ചെയ്യുകയോ നമ്മളൊരു കൂടുതൽ വിവരമുള്ളവരായി അങ്ങനെ ഒരു പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഈ മഹത്തായ മാസത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാലും അവിടുത്തെ മദ്ഹ് പറയുന്നതിനാലും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനാലും നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാനാണ് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ കേരളത്തിൽ ജീവിച്ച വലിയ ഒരുപാട് കിതാബുകൾ രചിച്ച ഒരുപാട് മഹത്വമുള്ള നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്ന വലിയ മഹാനാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിന്റെ സമീപത്ത് എന്ന് യാ അക്റമൽ ഖുറമ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദംഉ മിൻ ഐനൈഹി സാല സജീമാ.
സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ മദഫഅൈനുൻ സാല മിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമാ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാഥ ചെയ്യുകയാണ്. ആ സമയത്താണല്ലോ അവിടുത്തെ റൗള ശരീഫിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നു പോയത്. ഇതെല്ലാം അറിയുന്നവരാണ് കേരള മുസ്ലിമീങ്ങൾ. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് മിർഖാദി റളിയല്ലാഹു അൻഹു വ്യാജ തരീഖത്തുകൾക്കെതിരെ ശക്തിയായി പോരാടിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വായിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ നഫായിസ് ദുറർ അടക്കമുള്ള കിതാബുകൾ നോക്കുന്നവർക്കും അത് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ അവർ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് വ്യാജ തരീഖത്തുകൾക്കെതിരെ അതേപോലെ പുത്തനാശയങ്ങൾക്കെതിരെ ശക്തിയായി പോരാടുകയാണ് നമ്മുടെ മുൻഗാമികളായ എല്ലാ പണ്ഡിതന്മാരും ദൗത്യം നിർവഹിച്ചുകൊണ്ട് ചെയ്തിരുന്നത്. ആ വഴിയിൽ തന്നെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഉണർത്തി കൃത്യമായി നിസ്കാരം നിർവഹിച്ച് അല്ലാഹു തആല കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുത്ത് അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി റബീഉൽ അവ്വലായാൽ നമ്മുടെ ചെറിയ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വളരെ നന്നായി വിശദീകരിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് നല്ല വസ്ത്രം റബീഉൽ അവ്വലിൽ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണമെന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഫയംബഗി ലികുല്ലി ശായിഖിൻ വമുഹിബ്ബിൻ അൻ യുദ്ഹിറ അസ്സുറൂറ വൽ ബിശാറത ഫീ തിൽക്കൽ ലൈലതി വസബീഹതിഹാ. ആ രാത്രിയിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ 12ന്റെ രാത്രിയിലും അതിന്റെ പ്രഭാതത്തിലും എല്ലാം സന്തോഷം പ്രകടിപ്പിക്കണം. വയുമത്യു ഔലാദഹു വഅഹ്ലഹു ബിമാ അംകന ബിഹി ലിഹുസൂലി ബറകാതിഹാ. ആ രാത്രിയുടെ സമയത്തിന്റെ ബർക്കത്ത് കിട്ടാൻ അവരുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. വയുദ്ഖിലു സുറൂറ അലൈഹിം. അവരുടെ മനസ്സിൽ സന്തോഷം കടത്തിക്കൊണ്ടുവരണം. വയുഅല്ലിമുഹും. അവരെ പഠിപ്പിക്കണം. അന്നഹു ഇന്നമാ ഫഅല ദാലിക. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് മഹബ്ബത്തൻ ലിതിൽക്കൽ ലൈലതി വസുറൂറൻ ബിഹാ. ആ രാത്രിയെ സ്നേഹിച്ചുകൊണ്ടും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അതിന്റെ ഔദാര്യം ശ്രദ്ധിച്ചിട്ടും പരിഗണിച്ചിട്ടുമാണെന്ന് പഠിപ്പിക്കണം. അവർക്ക് വിവരിച്ചു കൊടുക്കണം. നബി തങ്ങളുടെ ആ ജന്മരാത്രി അത് ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണ്. അന്നാണ് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. എങ്ങനെയെല്ലാം നബിതങ്ങളോട് സ്നേഹമുണ്ടാക്കാൻ പറ്റുന്ന അവിടുത്തെ എല്ലാ സവിശേഷതകളും കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. നബിതങ്ങളെ മദ്ഹ് പറയുന്ന പദ്യങ്ങൾ അവരെ മനപ്പാടമാക്കിക്കണം. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 894
ഹാലിൽ വഫാത്തായ ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ എത്ര ഇമാമിങ്ങളാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഈ മാസത്തിലും ദിവസത്തിലും ഒക്കെ നമ്മൾ സജീവമായി അവിടുത്തെ സ്നേഹപ്രകടനം നടത്തുന്ന വിഷയങ്ങൾ വ്യാപൃതരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തൗഫീഖും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നേരത്തെ ഉസ്താദ് അവർകളിലൂടെ പറഞ്ഞ ബഹുമാനപ്പെട്ട താഹിറുൽ ഹദൽ തങ്ങളുടെ മകൻ ആ സയ്യിദിനടക്കം രോഗമുള്ള എല്ലാവരുടെയും ഇവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ സ്വർണവും ഒക്കെ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആരുടെ മനസ്സിൽ ഏത് പ്രശ്നങ്ങളുണ്ടോ, ആർക്കെന്ത് രോഗമുണ്ടോ, എല്ലാ രോഗങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ആര് എവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അവരെല്ലാം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഏത് കള്ള കേസുകളുണ്ടോ നീ അതെല്ലാം വലിച്ചെറിയണം റഹ്മാനെ. നിന്റെ ദീനിനെ നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ്വസ്ഥലത്തും സർവ്വസമയത്തും നിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും മഹാനായ ഉസ്താദ് അവറുകളുടെ ഈ ഉറൂസ് പരിപാടിക്ക് സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, ഒത്താശ ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, വളണ്ടിയർമാർ, ഇതിന് സഹകരിക്കുന്നവർ, ഇവിടെ വന്നവർ, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.